പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, അതോടൊപ്പം തന്നെ മുത്ത് റസൂലിൻ്റെ ശഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒരു വരിയുള്ള ഒരു വാചകം ചേർത്ത് കൊടുത്താൽ, നമ്മുടെ ദുആയിൽ ഒരു വാചകം ചേർത്ത് കൊടുത്താൽ നമുക്ക് രണ്ട് നേട്ടങ്ങളാണ്. ഒന്ന്, നമ്മുടെ ദുആ സ്വീകരിക്കും. രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് നിർബന്ധമാകും. ഏതാണ് ആ കാര്യമെന്ന് നമുക്കൊന്ന് വിശദമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ വീഡിയോ കാണുന്നവർ, അതുപോലെ തന്നെ കമൻറ്റിലായി ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒരുപാട് ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല നമ്മുടെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള പ്രയാസ പ്രശ്നങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ. നമ്മളെല്ലാവരും ഈ റബീഉൽ അവ്വലിൽ ചെയ്യുന്ന എല്ലാ നന്മകളും സ്വലാത്തായി, മൗലിദായി, മറ്റ് സൽക്കർമ്മങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അള്ളാഹു എല്ലാം അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദുആയിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പല ആളുകളും പറഞ്ഞു, ഉസ്താദെ ഞങ്ങളൊക്കെ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ദുആ സ്വീകരിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അവർ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം നിങ്ങളൊന്ന് ദ്വാരക്കണം. എൻ്റെ മകൻ, അവർ കോട്ടയം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ മകൻ ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടു, പ്രയാസത്തിലാണ്. പറഞ്ഞാൽ കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ട് ദുഷിച്ച സ്വഭാവങ്ങളാണ്, മദ്യപാനമാണ്, അതുപോലെ കഞ്ചാവിന് അടിമയാണ്. ഞാൻ അവനിക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. എന്താണ് അല്ലാഹു തആല എൻ്റെ ദുആ സ്വീകരിക്കാത്തത്? എന്താണ് എൻ്റെ മകൻ അങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞ ഒരു ഉമ്മയുണ്ട്. ഇതൊരു ഉമ്മയുടെ കാര്യം മാത്രമല്ല, ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും മക്കളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഒരു ഭാഗത്താണെങ്കിൽ, ഉള്ള മക്കളെ കൊണ്ട് പ്രതിസന്ധിയിലായിപ്പോയ ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ മക്കളെയും, നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു തആല നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും നല്ല വിവരവും നല്ല വിവേകവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമുക്കൊക്കെ വേണ്ടി ദുആരക്കുന്ന നല്ല സൽസന്താനങ്ങളാക്കി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദുആരക്കും. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ സ്വീകരിക്കും എന്നത് മാത്രമല്ല, അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിനെ നിർബന്ധമാക്കി തരുന്നതാണ്. നമുക്ക് നബി തങ്ങളുടെ ശഫാഅത്ത് നിർബന്ധമായും കിട്ടും. അതോടൊപ്പം തന്നെ ആ ശഫാഅത്ത് കിട്ടിയാൽ തന്നെ പിന്നെ രക്ഷപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ മുമ്പ് ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ദുആ ചെയ്താലും അല്ലാഹു ആ ദുആ സ്വീകരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളൊക്കെ ദുആരക്കുന്നവരാണ്. ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല പല രൂപത്തിലാണ് ദുആ സ്വീകരിക്കുക. ചില ആളുകൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല എന്താണോ അയാൾ ദുആ ചെയ്തത് അത് അപ്പോൾ തന്നെ നിലനിർത്തി കൊടുക്കും. അല്ലാഹുവേ എനിക്ക് നല്ലൊരു വീട് വേണേ, അയാൾ ദുആ ചെയ്തു, മാസങ്ങൾക്കൊടുവിൽ തന്നെ വീട് റെഡിയായി. അള്ളാഹു എൻ്റെ മകളുടെ നിക്കാഹ് നീ നല്ലതുപോലെ നടത്തി തരണേ, ഒരു പ്രയാസവും പ്രശ്നമില്ലാതെ അള്ളാഹു തആല നടത്തി കൊടുക്കും. അത് അള്ളാഹു തആല ദുആ സ്വീകരിക്കുന്ന ഒന്നാമത്തെ കോലമാണ്. മറ്റൊരു കോലമുണ്ട്, അതായത് ദുആ എത്ര ചെയ്താലും നമ്മൾ ആ കാര്യം അള്ളാഹു തആല നടത്തി തരൂല. അള്ളാഹുവേ പടച്ചോൻ എനിക്ക് ആ വണ്ടി എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, റബ്ബേ എനിക്ക് ആ വണ്ടി എടുക്കാനുള്ള തൗഫീക്ക് നൽകണമെന്ന് ഇങ്ങനെ ദ്വാരുന്നു. പക്ഷേ ആ വണ്ടി കിട്ടൂല, മറ്റൊരു വാഹനമായിരിക്കും ഒരു പക്ഷേ ഇയാളുടെ ജീവിതത്തിൽ കിട്ടുക. അത് അള്ളാഹു തആലയുടെ ഒരു തർത്തീബാണ്. കാരണം അള്ളാഹുവിനറിയാം നമുക്ക് ആ വണ്ടിയല്ല ചേരുന്നത്, ഈ ഒരു വാഹനമാണ് നമുക്ക് ചേരുക, അല്ലെങ്കിൽ നമുക്ക് ഖൈർ ഇതാണെന്ന് അള്ളാഹുവിനറിയാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു തആല നമ്മൾ ദുആ ചെയ്തതിനേക്കാൾ ഖൈറായ ഒരു കാര്യം നമുക്ക് തരും. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തതോ, അല്ലാഹു തആല നമുക്ക് ഈ ദുനിയാവിൽ നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കില്ല. അതായത് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തരില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ വരാനുണ്ടെങ്കിൽ അത് ഈ ദുആയിനെ കൊണ്ട് അല്ലാഹു തട്ടിമാറ്റും.
അള്ളാഹുവേ പടച്ചോനെ എനിക്ക് നല്ല ഒരു വാച്ച് നൽകണേ, നല്ലൊരു ഫോൺ നൽകണേ. ഇതൊക്കെ നമ്മുടെ ദുആയിലുള്ളതായിരിക്കും അല്ലേ. ഒരു ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ് അള്ളാഹിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് എന്ത് വേണമെങ്കിലും അവന് ദ്വാരക്കും. അള്ളാഹുവേ എനിക്ക് ഗൾഫിലേക്ക് പോവാൻ തൗഫീക്ക് നൽകണേ, വിസ റെഡിയാവണേ എന്നൊക്കെ ദ്വാരക്കുന്നവരുണ്ടല്ലോ. പക്ഷേ എത്ര ദുആ ചെയ്താലും വിസ ശരിയാവൂല, ഗൾഫിലേക്കൊന്നും പോകാനുള്ള ചാൻസ് കിട്ടൂല. പക്ഷേ ആ ഒരു ദുആ അള്ളാഹു തട്ടിക്കളഞ്ഞിട്ടില്ല. ആ ദുആ അള്ളാഹു സ്വീകരിക്കും. എങ്ങനെ? ഇവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറാരോഗങ്ങളോ എന്തെങ്കിലും വലിയ ആക്സിഡൻറ്റുകളോ വരാനുണ്ടെങ്കിൽ ആ ദുആ കൊണ്ട് അല്ലാഹു തആല ഇതിനെ തട്ടിമാറ്റുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു രൂപമുണ്ട്. എന്താണ്? അല്ലാഹു തആല ഈ ദുനിയാവിൽ എത്ര ദുആ ചെയ്താലും അത് സ്വീകരിക്കില്ല. മറിച്ച് ഈ ദുആയിൻ്റെ പ്രതിഫലം നാളെ ആഖിറത്തിലായിരിക്കും അല്ലാഹു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ദുആ ചെയ്താൽ ഈ നാലാലൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ ദുആ നമ്മൾ മുടക്കാൻ പാടില്ല. ഏത് സമയത്തും ദുആ രക്കണം. പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദുആ ആരന്നാൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കും. മാതാപിതാക്കളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഉമ്മമാര് മക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയില്ല, സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ദുആ ചെയ്യുമ്പോൾ നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അതാണിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു രൂപമുണ്ട്. ആദ്യം തന്നെ അല്ലാഹുവേ എനിക്ക് നല്ലൊരു കാറ് തരണേ, എൻ്റെ വീടിൻ്റെ കാര്യം ഏറ്റെടുക്കണേ, അങ്ങനെയൊന്നും അല്ല ദ്വാരക്കേണ്ടത്. ദുആ ചെയ്യുമ്പോൾ ഒരു മര്യാദയുണ്ട്. ആദ്യം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആദ്യം ഹംദാണ് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് കഴിഞ്ഞോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അപ്പോൾ ആദ്യം ഹംദ് പിന്നെ സ്വലാത്ത്. ആദ്യം ഹംദ് പറയണം, പിന്നെ സ്വലാത്ത് പറയണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. ചോദിക്കുമ്പോൾ അല്ലാഹുവേ എൻ്റെ മക്കളെ നീ നന്നാക്കണേ, അല്ലെങ്കിൽ അല്ലാഹുവേ എനിക്ക് എൻ്റെ വീട് നീ ശരിയാക്കി തരണേ, എൻ്റെ വിശ നീ ശരിയാക്കി തരണേ. അങ്ങനെയല്ല, അത് നമുക്ക് ചോദിക്കാം. അതിനു മുമ്പ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനാൻ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറുതും വലുതും രഹസ്യവും പരസ്യമായ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അങ്ങനെയാണ് ദുആരക്കേണ്ടത്. ആദ്യം ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് പറയാം. ആദ്യം പാപങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ തെറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യം പറയുക. അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. ഒറ്റക്കും കൂട്ടായൊക്കെ പല അബദ്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നവരാണ്. അല്ലാഹുവേ പടച്ചവനെ, എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ, ആമീൻ. അപ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമതായി പറയേണ്ടത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലലാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ദുആയിലേക്ക് പ്രവേശിക്കേണ്ടത്. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് ആ ഹംദ് കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദുആ, ഒരു ചെറിയൊരു വാക്കുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 2 കൂലിയാണ്. ഒന്നാമത്തെ കൂലി നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും. രണ്ടാമതായി ഈ ദുആ കാരണമായി അല്ലാഹു തആല നമുക്ക് നാളെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് നിർബന്ധമാക്കി തരും. ഏതാണ് ആ വാക്ക്? അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഇത് പല ആളുകൾക്കും അറിയാം, ചില ആളുകൾക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്. നബി തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ അലാ മുഹമ്മദിൻ വഖാല അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ വജബത് ലഹു ശഫാഅതി. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ അവൻ ആദ്യം എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ്, ഹംദ് പറഞ്ഞു. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞു. ആ സ്വലാത്തിനും ശേഷം അവൻ, ഒരു മനുഷ്യൻ എന്തു പറഞ്ഞു? അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ.
ഈ വാക്കൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ വജബത് ലഹു ശഫാഅത്തി, അവനെന്റെ ശഫാഅത്ത് നിർബന്ധമായി തീർന്നില്ല, അവന്റെ ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുവേ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റഹ്മാനെ ഉന്നതമായ പദവിയാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് സ്വർഗത്തിലാവട്ടെ പരലോകത്തിലാവട്ടെ ദുനിയാവിലാവട്ടെ, എന്തെല്ലാം ഉന്നതമായ പദവികളുണ്ടോ എല്ലാ പദവികളും നീ ആ മുത്ത് റസൂലിന് കൊടുക്കണേ അല്ലാ എന്ന് ഏകദേശ അർത്ഥം വരുന്ന ഈ ഒരു ദുആ, ഈ ഒരു വാക്ക് പറഞ്ഞിട്ടാവണം നമ്മുടെ മറ്റ് കാര്യങ്ങൾ അല്ലാഹുവിനോട് പറയാൻ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തേത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇതറിയാത്തവരായി ആരുമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയാൻ അറിയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അത് പറയാൻ അറിയാം. അത് കഴിഞ്ഞ് ഈ കാര്യം ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് പറയുമ്പോൾ തന്നെ ഇത് മനഃപ്പാഠമാകും. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഈ ഒരു വാക്യം പറഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നൊക്കെ നമുക്ക് ഈ ഒരു വാക്യം ആദ്യം 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഹംദ്, പിന്നെ സ്വലാത്ത്, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ദുആ. ഇത് 3 പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അറബി തന്നെ ദ്വാരക്കണമെന്നില്ല, മലയാളത്തിൽ തന്നെ പറയാം. അല്ലാഹ് പടച്ചോനെ, തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു പോയി റബ്ബേ, എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. അല്ലാഹു തആല അത് കേൾക്കും, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞത്, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കാര്യം പഠിച്ചു വെക്കാം. ഇനിയുള്ള മാസങ്ങളിലുമൊക്കെ നമുക്കിത് പ്രാവർത്തികമാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ ദുആ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു വാക്യം, ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ അത് നിത്യമായി കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ ദുആ പറഞ്ഞ് അവസാനം മുത്ത് റസൂലിന്റെ ആ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا
بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദുആരക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദുആരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദുആരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല, ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദുആരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ
എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ, ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഈ ദുനിയാവിലും നാളെ ഖബറിലും അതിനുശേഷമുള്ള പരലോകത്തും അല്ലാഹു തആല വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെല്ലാം പ്രതിസന്ധികളിൽ പെട്ടുപോയവരുണ്ടോ, ആരെല്ലാം ദുആ വസിയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും അല്ലാഹു ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.